നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 2 വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഡെഡ്ലൈൻ ഡേറ്റാണ് യൂറോപ്പിലുടനീളം. ഇപ്പോൾ GMT സമയം വൈകിട്ട് 7 മണിയോടുകൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ, അതുപോലെ തന്നെ ഇറ്റാലിയൻ സീരിയയിൽ, ജർമ്മനിയിൽ, ഫ്രഞ്ച് ലീഗിൽ ഒക്കെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം രാത്രി ഒരു 12:30 അതേസമയം സ്പെയിനിൽ GMT സമയം 10:59 അവരുടെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുക. ഏതായാലും അവസാന മണിക്കൂറുകളാണ്, വളരെ വലിയ ചടുല നീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് പൂർത്തിയായിട്ടുള്ള ഡീലുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ജെർമി ജാക്കറ്റിൻ്റെ ആ ഒരു ഡീലാണ് ഏറ്റവും പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. ഫബ്രിസോ റൊമാനോ ഒക്കെ ഇർവിഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ലിവർപൂളിലേക്ക് ജോയിൻ ചെയ്യില്ല. ജൂൺ മാസത്തിൽ 2026 ജൂൺ മാസത്തിലേക്കായിരിക്കും അദ്ദേഹം ജോയിൻ ചെയ്യുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. 60 മില്യൺ യൂറോ പ്ലസ് 10 മില്യൺ ആഡ് ഓൺസ്. റെന്നസിന് ഇത്രയും വലിയ തുക കൊടുത്തുകൊണ്ടാണ് താരത്തെ സ്വന്തമാക്കുന്നത്. എഗ്രിമെൻറ്റ് ഡൺ ഫോർ സമ്മർ 2026 ഫോർ വൺ ഓഫ് ദി മോസ്റ്റ് ടാലൻറ്റഡ് CBs ഇൻ ദി വേൾഡ് എന്നാണ് ഫബ്രീസിയോ ഇതിനെ സ്ഥിരീകരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുമാരിൽ ഒരാൾക്ക് വലിയ തുക കൊടുത്ത് ഇതാ ലിവർപൂൾ സ്വന്തമാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡീലാണ് ചെൽസി മമാദു സാറിനെ തിരികെ വിളിക്കുന്നു സ്ട്രാസ്ബർഗിൽ നിന്ന്. ആ ഒരു ഡിസിഷൻ അവരെടുത്തിരിക്കുകയാണ്. സാറ് ടോപ്പ് ടാലൻ്റാണ്. സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ ലോങ് ടേമിലേക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ്ലി അവർ തിരികെ വിളിക്കുന്നു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീല് ഇപ്പം നടക്കുന്നത് നമുക്കറിയാം, കരീം ബെൻസീമയുടെ കാര്യത്തിലാണ്. കരീം ബെൻസീമ അൽ ഇത്തിഹാദ് വിടാൻ ഒരുങ്ങുന്നു. അദ്ദേഹം അവരുടെ സ്ക്വാഡിൽ നിന്ന് സ്വയം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു നോട്ടീസ് ഉണ്ടാകുന്നത് വരെ എന്നൊക്കെയാണ് റിപ്പോർട്ട്. പക്ഷേ അതിലെന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. അൽ ഹിലാൽ താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, ഫെനർബാഷെ, അൽ ഇത്തിഹാദ് അവർ ഇപ്പോൾ എൻഗോളോ കാണ്ടയുടെ കാര്യത്തിലും യൂസഫ് നസീരിയുടെ കാര്യത്തിലും ഒരു ഡബിൾ ഡീല് മുന്നോട്ട് വെച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് ടോക്കിലാണുള്ളത്. ഫബ്രിസിയോ അടക്കമുള്ള ജേർണലിസ്റ്റുകൾ ഇത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ബെൻ ജേക്കബ്സ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അൽ ഇത്തിഹാദ് യൂസഫ് നസീരിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അഥവാ കരീം ബെൻസീമ പോവുകയാണെങ്കിൽ പകരം ഒരു സ്ട്രൈക്കർ എന്ന രൂപത്തിൽ യൂസഫ് നസീരിയെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അവരുള്ളത്. കാണ്ടെ ഫെനർബാഷയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ആ ഡീല് ഒരു ഫൈനൽ സ്റ്റേജിലാണ് എന്നാണ് റിപ്പോർട്ട്. അത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. അതുപോലെ തന്നെ ഇപ്പം ഒബെഡ് വെർഗാസിനെ സിയാറ്റിൽ സൗണ്ടേഴ്സിൽ നിന്ന് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് തീരുമാനിച്ചിരിക്കുന്നു. ഇതാ MLS-ൽ നിന്നൊരു താരത്തെ എത്തിക്കുന്നു എന്നർത്ഥം. 20-കാരനായിട്ടുള്ള മിഡ്ഫീൽഡറാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ കാര്യത്തിലൊരു തീരുമാനമാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഓൾ വെർബലി എഗ്രീഡ് വിത്ത് ഹെവി സെലോൺ ക്ലോസ് ഫോർ MLS സൈഡ് എന്നാണ് ഈ ഡീലുമായി ബന്ധപ്പെട്ട് ഫബ്രീസിയോയുടെ റിപ്പോർട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡീല് ക്രിസ്റ്റൽ പാലസിൻ്റെ കാര്യത്തിലാണ്. AC മിലാൻ്റെ ഡിസിഷന് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺ ജീൻ ഫിലിപ്പെ മാറ്റിറ്റ ഡീൽ ആഫ്റ്റർ മെഡിക്കൽസ്. അപ്പോൾ അതിൽ ഒരു തീരുമാനം വൈകാതെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ആലിസൻ്റെ കാര്യത്തിൽ, അതായത് ബ്രസീലിയൻ താരമായിട്ടുള്ള ആലിസൻ്റെ കാര്യത്തിൽ നീക്കങ്ങൾ നടക്കുന്നു. മധ്യനിര താരമായിട്ടുള്ള ആലിസൺ എങ്ങോട്ടേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഒരു തീരുമാനമാകുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ആലിസൺ സാൻറ്റോസ് നാപ്പോളിയിലേക്ക് സ്പോർട്ടിംഗ് CPയിൽ നിന്ന് എത്തുകയാണ്. ഈ വിഷയത്തിൽ അഗ്രിമെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഏതായാലും കുറച്ചധികം കാലത്തേക്കുള്ള ഡീലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ലോൺ മൂവ് ആയിരിക്കും. പക്ഷേ 15 മില്യൺ യൂറോയുടെ ബൈയിങ് ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും എന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡീല് വന്നിട്ടുള്ളത് മാറ്റ് ഒറേലിയുടെ കാര്യത്തിലാണ്. അദ്ദേഹം OM-ൽ നിന്ന്, ഒളിമ്പിക് മാഴ്സയിൽ നിന്ന് ബ്രൈറ്റണിലേക്ക് തിരികെ എത്തുന്നു. വെർബൽ എഗ്രിമെൻറ്റ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പേപ്പർ വർക്ക് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്ന് ഡെഡ്ലൈൻ ഡേക്ക് മുമ്പ് അത് കംപ്ലീറ്റ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വന്നിരിക്കുന്നത് ബ്രസീലിയൻ താരം എഡേഴ്സൻ്റെ കാര്യത്തിലാണ്. അറ്റ്ലാന്റ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് അവരുടെ എൻക്വയറിക്ക് മറുപടിയായിട്ട് ഇൻഫോം ചെയ്തിരിക്കുന്നു, എഡേഴ്സൺ ഈസ് നോട്ട് ഫോർ സെയിൽ. എഡേഴ്സനെ ലഭിക്കാൻ വേണ്ടിയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ബ്രസീലിയൻ താരം എഡേഴ്സൺ
അങ്ങനെ സെയിലിനുള്ളതല്ല, അദ്ദേഹത്തെ ഇപ്പോൾ കൈവിടുന്നില്ല എന്നാണ് അറ്റ്ലാന്റ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഡേവിഡ് ഫ്രാറ്റസിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇൻ്റർ വിടുന്നില്ല, ഡീല് ഇപ്പോൾ ഓഫാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിരുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. എന്തായാലും കർട്ടിസ് ജോൺസ് വിൽ നോട്ട് ലീവ് ലിവർപൂൾ എന്നുള്ള കാര്യം കൂടി ഇതോട് ചേർത്ത് വായിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡീലാണ് അവിടെ ഇങ്ങനെ നമ്മൾ വാർത്തകളിൽ കേട്ടിരുന്നത്. അത് സംഭവിക്കാൻ പോകുന്നില്ല. ഏതായാലും ഇനി എന്തൊക്കെ അത്ഭുതപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകുന്നതാണ്, സർപ്രൈസിങ് നീക്കങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പലപ്പോഴും നമുക്കറിയാം ഡെഡ് ലൈൻ ഡേയുടെ അവസാന മിനിറ്റുകളിലൊക്കെ ആയിട്ട് പല ഡീലുകളും നടക്കാറുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.